ക്വസ്റ്റ്യൻ നമ്പർ 1. പോപ്ലിൻ തുണി തയ്ക്കുന്നതിന് ഡാഷ് നമ്പർ സൂചി ഉപയോഗിക്കുന്നു. നമ്പർ 16. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വലതു കൈയിന്റെ നടുവിരൽ സൂചി കൊള്ളാതിരിക്കാൻ വേണ്ടി ഡാഷ് ഉപയോഗിക്കുന്നു. ടിമ്പിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റിബൺ, ചരട് മുതലായവ കോർക്കുന്നത് ഡാഷ് ഉപയോഗിക്കുന്നു. പോട്ട്കിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, തയ്യൽ തുമ്പിലെ നൂലുകൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഡാഷ് കൊണ്ട് ഡാഷ് ചെയ്യുന്നു. പിങ്കിങ് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുന്നു. സൂചികളും പിന്നുകളും കുത്തിവെക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. പിൻകൂഷൻ. എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന നൂൽ മെഴ്സിറൈസ്ഡ് പരുത്തി നൂൽ. തുണിയിൽ പകർത്തുവാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ വരഞ്ഞിട്ടുള്ള കടലാസിനെ ഡാഷ് എന്ന് പറയുന്നു. പാറ്റേൺ പേപ്പർ. എംബ്രോയിഡറി ചുളിവ് ഇല്ലാതെ ചെയ്യുവാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഫ്രെയിം. മെഷീൻ സൂചിയുടെ നമ്പർ കൂടുന്തോറും വലിപ്പം ഡാഷ് ആണ്, കൂടുന്നു. തടിപ്പും മിനുസവുമുള്ള ഒരു കടലാസാണ് ഡാഷ് കാർട്രിഡ്ജ് പേപ്പർ. സീമുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പു കൂടിയ സീം. സീം ആൻഡ് ഫെൽ. കോട്ട് തയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന സീം. ടേപ്പ്ഡ് സീം. തടിപ്പും ഉറപ്പുമുള്ള കുറഞ്ഞതുമായ സീം. ഫ്ലാനൽ സീം. പ്ലെയിൻ സീമിന്റെ മറ്റൊരു പേര് ഡ്രസ് സീം. തുണിയിൽ നിന്നും ഇഴകൾ ഊരിയെടുത്ത ശേഷം ഡാഷ് വർക്ക് ചെയ്യുന്നു. കമ്പിളി തുണികളിൽ ഡാഷ് സിം ഉപയോഗിക്കുന്നത്. പ്ലാനൽ സിം ആണ് ഉപയോഗിക്കുന്നത്. കമ്പിളി തുണികളിൽ ഡാഷ് സിം ആണ് ഉപയോഗിക്കുന്നത്. പ്ലാനൽ സിം ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓവർകാസ്റ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ചുണ്ടാക്കുന്ന ദ്വാരത്തെ ഡാഷ് എന്ന് പറയുന്നു. ഹൈലൈറ്റ് ഹോൾ എന്ന് പറയുന്നു.